രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചതിൽ മലക്കം പറഞ്ഞു കെ സുധാകരൻ. രാഹുൽ ചെയ്തത് വലിയ തെറ്റാണ് എന്നതിൽ തർക്കമില്ല എന്ന് സുധാകരൻ പറഞ്ഞു. രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കരുത് എന്നാണ് പറഞ്ഞതെന്നുമാണ് വിശദീകരണം. എനിക്ക് ഒരു വാക്കും ഒരേ നാക്കും മാത്രമേ ഉള്ളൂ എന്നും കെ സുധാകരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ മറുപടിയായി കൂട്ടിച്ചേർത്തു. തെറ്റുപറ്റി, അത് ശരിയാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ചെയ്ത് ശരിയാന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. ശരിയാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടുകൊണ്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിനേക്കാളൊക്കെ എത്രയോ ആളുകൾ ഇതുപോലെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അങ്ങനത്തെ ഒരു സംസ്ഥാനത്ത് രാഹുലിൻ്റെ തെറ്റ് ചെയ്തത് തെറ്റാണ്, മഹാതെറ്റാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഫോൺ വിളിച്ച് ഞാൻ പറയേണ്ടതുപോലെ ചൂടായി പറഞ്ഞിട്ടുണ്ട്. അത് രാഹുലിനോടുള്ള വ്യക്തിപരമായ താല്പര്യമല്ല. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഹനിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുൻ എന്നാലോചിക്കുന്നത് നല്ലത്. രാഹുൽ നിരപരാധിയാണെന്നും അവിശ്വസിച്ചത് തെറ്റായിപ്പോയി എന്നുമാണ് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ പറഞ്ഞത്. വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJP നടത്തുന്ന ഒരു ശ്രമമാണ് അതിൻ്റെ പിറകിൽ. ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ് അവൻ. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല. അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധിയാണ്, ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോൾ എനിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, എൻ്റെ ആദ്യത്തെ ചിന്ത തെറ്റായിരുന്നു, നിരപരാധിയാണ് എന്ന് പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ പറയുന്നത് വലിയ തെറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അയാളുടെ രാഷ്ട്രീയ ജീവിതം ഹനിക്കുന്നതിന് മുൻപ് അതിന് മുൻപിൻ എന്നുള്ള ആലോചന കൊണ്ട് ആണ് അങ്ങനെ പറഞ്ഞത് എന്ന്. അപ്പോൾ ഇത് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞത്. അദ്ദേഹം ഇങ്ങനെ ഒരു സമയത്ത് പറയുന്നതായിരിക്കില്ല പിന്നീട് പറയുക എന്ന്. രാജ്മോഹൻ ഉണ്ണിത്താനെ ഇദ്ദേഹം തള്ളിക്കളയുന്നുണ്ടെങ്കിലും ഏതാണ്ട് സംഭവിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ പോലെ തന്നെയല്ലേ? തീർച്ചയായും ഹർഷൻ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം 2 ദിവസം മുൻപ് കെ സുധാകരൻ നടത്തിയ പ്രതികരണത്തിൽ കൃത്യമായി പറയുന്നു, രാഹുലിനെ 2 ചീത്ത പറയാൻ വേണ്ടി ഞാൻ ഫോണിൽ വിളിച്ചു, പക്ഷേ രാഹുലിൻ്റെ വിശദീകരണം കേട്ടപ്പോൾ എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ്, ഞാൻ ചിന്തിച്ചതായിരുന്നു തെറ്റ്, ഐ വാസ് റോങ് എന്ന് പറഞ്ഞ കെ സുധാകരനാണ് ഇന്നിപ്പോൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് മഹാ തെറ്റാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. സുധാകരൻ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. രാഹുൽ ചെയ്തത് തെറ്റാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ രാഹുലിനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കരുത് എന്നത് മാത്രമാണ് ഇപ്പോൾ കെ സുധാകരൻ്റെ പോയിന്റായി അദ്ദേഹം പറയുന്നത്. അതിനൊപ്പം പറയുന്നത് എനിക്ക് ഒരു നാക്കും വാക്കും മാത്രമേ ഉള്ളൂ എന്ന് കെ സുധാകരൻ പറയുന്നത് അന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നല്ലോ, ഇന്ന് എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ സുധാകരൻ അതിന് നൽകിയ മറുപടിയാണ് എനിക്ക് ഒരു നാക്കും വാക്കും മാത്രമേ ഉള്ളൂ, ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, രാഹുലിനൊപ്പമാണ് എന്നതാണ് കെ സുധാകരൻ അക്കാര്യത്തിൽ പറയുന്നത്. പക്ഷേ അന്ന് രാഹുൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ തെറ്റായിരുന്നു അങ്ങനെ ചിന്തിച്ചത് എന്ന് പറഞ്ഞ സുധാകരൻ ഇപ്പോഴേതായാലും മാറ്റിയിട്ട് രാഹുൽ വലിയൊരു തെറ്റ്, മഹാ തെറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് ഉണ്ണിത്താനുള്ള മറുപടിയാണ്. ഈ പറഞ്ഞതുപോലെ ഉണ്ണിത്താൻ പറഞ്ഞത് ഇങ്ങനെ തോന്നിയതുപോലെ പലതും പലയിടത്ത് പറയുന്നത് കൊണ്ടാണ് കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നായിരുന്നു. ഉണ്ണിത്താൻ അങ്ങനെ പറഞ്ഞതിനെക്കുറിച്ചുള്ള പ്രതികരണം ചോദിച്ചപ്പോൾ ഇത്തരത്തിൽ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന സ്വഭാവമുള്ളയാളാണ് ഉണ്ണിത്താൻ. ആ ഉണ്ണിത്താന് മറുപടി പറയാൻ താനില്ല. ഉണ്ണിത്താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്നുകൂടിയാണ് കെ സുധാകരൻ അക്കാര്യത്തിൽ മറുപടി പറയുന്നത്. ഏതായാലും ഈ രാഹുൽ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കെ സുധാകരൻ ഈ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സമ്മതിക്കുന്നു എന്ന ഒരു കാര്യം കൂടി ഇതിൽ കാണേണ്ടതുണ്ട്. അതേസമയം രാഹുലിനെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നോ അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിന് തൽക്കാലത്തേക്ക് ഒരു വിരാമം വേണമോ എന്നൊന്നുമുള്ള ഒരാവശ്യവും കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നില്ല. രാഷ്ട്രീയത്തിൽ സജീവമായി തന്നെ